ഹലോ, ടെക്നോ ടിപ്പ് സ്റ്റോറിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഓയിൽ മുഴുവൻ തീർന്ന് പിസ്റ്റൺ ജാമായൊരു വണ്ടിയുടെ എൻജിൻ റിപ്പയറിംഗ് വീഡിയോ സീരീസ് ടെക്നോ ടിപ്പ് സ്റ്റോറി ഓൾറെഡി തുടങ്ങിയിരുന്നു. ഈ വീഡിയോ സീരീസിലെ അവസാനത്തെ ഭാഗം അഥവാ പാർട്ട് 6 വീഡിയോയാണെന്ന്. ഇതുവരെയുള്ള എല്ലാ വീഡിയോകളുടെയും ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വണ്ടിയുടെ ഗിയർ ബോക്സ് ഡിസസംബ്ലി ചെയ്യുന്നതിന് മുൻപായി ഈ 2 ഡ്രെയിൻ ബോൾട്ടുകൾ ഊരി ഗിയർ ഓയിൽ നമുക്ക് പൂർണ്ണമായും ഡ്രെയിൻ ഔട്ട് ചെയ്യണം. ഒരു 12 മില്ലിമീറ്റർ ടീ സ്പാനറോ റിംഗ് സ്പാനറോ നിങ്ങൾക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. രണ്ട് ഡ്രെയിൻ ബോൾട്ടുകളും ഊരിയെടുത്തതിന് ശേഷം നമുക്ക് ഗിയർ ഓയിൽ അഥവാ ട്രാൻസ്മിഷൻ ഓയിൽ പൂർണ്ണമായും ഒരു ഓയിൽ ട്രേയിലേക്ക് ഊറ്റിയെടുക്കാം. ഗിയർ ബോക്സ് ഡിസസംബ്ലി ചെയ്യുന്നതിന് വേണ്ടി ഇനി കാണിക്കാൻ പോകുന്ന 7 ബോൾട്ടുകൾ നമുക്ക് ഊരിയെടുക്കേണ്ടതുണ്ട്. ഗിയർ ബോക്സ് ബോൾട്ടുകളെല്ലാം 10 മില്ലിമീറ്റർ സൈസിലുള്ളതാണ്. ഒരു 10 മില്ലിമീറ്റർ ടീ സ്പാനർ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഏഴ് ബോൾട്ടുകളും ഊരിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ബോൾ പിൻ ഹാമർ ഉപയോഗിച്ച് ഇതുപോലെ ഇരുവശങ്ങളിലും മെല്ലെ മെല്ലെ തട്ടിക്കൊടുത്താൽ ഗിയർ ബോക്സ് ഊരിയെടുക്കാവുന്നതാണ്. വീൽ ആക്സിൽ ഊരിയെടുക്കാൻ എളുപ്പത്തിന് വേണ്ടി ഒരു ബോൾ പിൻ ഹാമറിൻ്റെ പോയിൻ്റ് ആയിട്ടുള്ള ഭാഗം കൊണ്ട് ഇതുപോലെ മെല്ലെ തട്ടിക്കൊടുക്കാം. ആക്സിലിനിട്ട് ഇടുന്ന സ്ഥലമായതുകൊണ്ട് ത്രെഡിൽ അടി കിട്ടാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഈ കാണുന്ന ഓയിൽ സീൽ ഇനി നമുക്ക് ഊരിയെടുക്കാം. തടിയുള്ള ഒരു ഫ്ലാറ്റ് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് എല്ലാ ഭാഗങ്ങളിലും ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓയിൽ സീൽ ഇതുപോലെ ഊരിപ്പോരുന്നതാണ്. ഇതാണ് നിങ്ങളുടെ വണ്ടിയുടെ ബാക്ക് വീൽ ബെയറിങ്. ഈ ബെയറിങ് ഊരുന്നതിന് മുൻപായി ഗിയർ ബോക്സിൻ്റെ ഈ കാണുന്ന 2 സ്റ്റഡി പിൻ അഥവാ ഡവൽ പിൻ നമുക്ക് ഊരിയെടുത്ത് വയ്ക്കാം. നിങ്ങളുടെ കൈവശം പഴയ 2 ടയറുകൾ ഉണ്ടെങ്കിൽ അത് ഇതുപോലെ വെച്ചതിന് ശേഷം ഗിയർ ബോക്സ് കവറിങ് നമുക്ക് ഇതുപോലെ കമഴ്ത്തി വയ്ക്കാം. ടയർ കൈവശമില്ലെങ്കിൽ നല്ല കട്ടിയിൽ മടക്കി വെച്ച തുണിക്കഷ്ണമായാലും മതി. ഒരു ഹെക്സ് സോക്കറ്റും ചെറിയ ഹാമറും ഉപയോഗിച്ച് ഇതുപോലെ തട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ വീൽ ബെയറിങ് നമുക്ക് ഊരിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതോടുകൂടി എൻജിൻ ഡിസസംബ്ലിംഗ് വീഡിയോ സീരീസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വണ്ടിയുടെ ഫുൾ എൻജിൻ ഫിറ്റിംഗ് വീഡിയോയുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. താങ്ക്